110 വീടുകളും അവിടെ പോയിട്ടുണ്ട്. ഈ 110 വീട്ടിൽ ഒരു 10-35 ആൾക്കാർ അപ്പോൾ കഴിച്ചലായിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു വീട്ടിൽ 1, 2, 3, 4, 5, 6 ആൾ വരെ പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ 300 ജീവന് സ്കൂൾ കുട്ടികളടക്കം ഉണ്ടാവും ചൂരമല സ്കൂളിൻ്റെ റൂട്ടിൽ. കാരണം ഈ വീട്ടിൽ തന്നെ കൂട്ടിയാൽ പരസ്പരം ഉണ്ടാവും. അതൊന്നും അവിടെ പോയിട്ടില്ല. പിന്നെ രണ്ടാമത് അവിടുന്ന് ആകെ പോയത് 2 കിട്ടിയത് പിന്നെ സ്കൂളിൻ്റെ ഉള്ളിൽ നിന്നാണ് 2 കിട്ടുന്നത്. ഏത് ആ സ്കൂൾ അവിടുന്ന് ഒന്നായിട്ട് മരം വന്നിട്ട് അടഞ്ഞപ്പോൾ പുതിയൊരു സ്കൂൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൂണിൽ അടഞ്ഞുകൊണ്ടാണ് ടൗൺ കംപ്ലീറ്റ് പോകാഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 ആളുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ആളുണ്ടായിരുന്നു. വെറും ചളി കൂടുതലും അങ്ങനെ മരണപ്പെട്ടു. കുട്ടികളൊക്കെ ഇല്ല, ആ വിദ്യാർത്ഥികളൊക്കെ പോയി. അതേമാതിരി മുണ്ടക്കായിൽ നിന്ന് വരുന്നത് സ്കൂളും കുട്ടികളും കംപ്ലീറ്റ്. അപ്പോൾ ഈ 200-300 കൊണ്ട് നിൽക്കില്ല. നമ്മളെ അറിവിനനുസരിച്ച് നമ്മളെ നാട്ടുകാരല്ല, ആ അറിവിനനുസരിച്ച് പോരാ. മുണ്ടക്കായി അതിനേക്കാളും കൂടും. മുണ്ടക്കായി എന്ന് പറഞ്ഞാൽ പോയി 10-400 വീടത്തിന് സംബന്ധിച്ച് പോകുന്നത്. അതുകൊണ്ട് സ്കൂൾ കൂടെ എല്ലാം പോയില്ല, ഒറ്റൊന്നും ബാക്കിയില്ല. അത് ഇതേമാതിരി ദുരിതപ്പെട്ട് കുറച്ച് ആൾക്കാർ മാത്രമല്ല, ബാക്കിയിലൊക്കെ മണ്ണിൽ തന്നെ ഒരു ഇതില്ല. ഈ പറഞ്ഞ 200-300 ഒന്നും അല്ല, അവരുടെ കണക്ക് പ്രകാരം തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ മണ്ണിനടിയിലുണ്ടാവും. 200-150 നിൽക്കില്ല. ഇത്രമാത്രം മുണ്ടക്കായിൽ മൊത്തം പോയിട്ടുണ്ട്. മുണ്ടക്കായിൽ 10-30 വീടായിട്ട് ഇനി ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 400 ചില്ലറായിട്ട് വീടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നല്ല കണക്കിന് കൂടും. അവരെ കണ്ടെടുക്കാൻ പറ്റുമോ ശരിക്കും? അവർക്ക് വെള്ളത്തിൽ ഒലിച്ച് പോയിട്ട് ചാലിയാറിലൊക്കെ അല്ലേ കിട്ടിയിട്ടുള്ളത്. ഇത് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി പുഴയിലല്ലേ, ഇതിനെപ്പറ്റി ഇനിയിപ്പോൾ പരിശോധന കണക്കുള്ള ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. പട്ടാളായാലും മറ്റവരൊക്കെ ചെയ്ത് അവിടുത്തെ സംഘടനയൊക്കെ വന്ന് എല്ലാവരും സഹായിച്ച് നാട്ടുകാർ സഹായിച്ച് നല്ല നിലക്ക് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നപ്പോൾ പാലം പൊളിഞ്ഞു പോയി. പാലിപ്പോൾ നോക്കുമ്പോൾ 180 മീറ്റർ 200 മീറ്റർ ഇട്ട പാലാണ്. അപ്പോൾ പട്ടാളം വന്നിട്ടാണ് കെട്ടുന്നത്. അതിൻ്റെ ശേഷമാണ് ഒരു സമാധാനം ഇത് കിട്ടുക. പിന്നെ അവിടെ 10,000 ചില ആൾക്കാർ അക്കരെ കുടുങ്ങി കിടക്കണ്ടായിരുന്നു. ഈ മദ്രസ നിൽക്കുന്ന മുണ്ടക്കായി മദ്രസ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവിടുന്ന് വന്നപ്പോൾ ആ ചോല വന്നപ്പോൾ അതിൽ 4 ആൾ പോയി. പിന്നെ പള്ളിയിലത്തെ ഖത്തീബ് എന്ത് ചെയ്ത് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് ആണെങ്കിൽ അവിടുന്ന് ആൾക്കാരൊക്കെ പള്ളി കയറി. ആദ്യം പള്ളി കയറിയപ്പോൾ ഇപ്പോൾ പൊട്ടിയിടിഞ്ഞ് പ്രശ്നമില്ല, ഞങ്ങൾ പൊയ്ക്കോളേ, നമുക്കല്ല ഞാൻ ഉറങ്ങിയിട്ട് മൂപ്പര് കടന്നതാണ്. ഈ കടന്നാൽ 2ാമത് പൊട്ടി വന്നിട്ട് മൂപ്പരെന്താക്കി അത്തെ പള്ളിക്ക് തീർച്ചയായും ആരും കണ്ടിട്ടില്ല. അവിടെ കണ്ട് ഇവിടെ കണ്ട് ഊവാബ് പറഞ്ഞപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പള്ളിക്കെന്താ കിട്ടിയെന്നാണ് ഇങ്ങനത്തെ ഒരവസ്ഥ വന്നത്. വളരെ മോശമായി. പിന്നെ അതങ്ങനെ പോയിട്ട് പിന്നെ ചൂരമ്മല എത്ര കാലം ഇവിടെ താമസിച്ചു? ഞാൻ 78 മുതൽ ആണ് അവിടെ നിൽക്കുന്നത്. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു? ഇല്ല, ഇന്നത്തെ പൊട്ടിയെന്ന് കഴിഞ്ഞ 5 വർഷം മുന്നേ മുണ്ടക്കായി പൊട്ടിയെന്ന്. ഏത് പിന്നെ പുത്തുമല പൊട്ടിയ ആ ടൈമിൻ്റെ ഒരു പൊട്ടി, അത് മുകളിൽ ഇപ്പോൾ ഈ മുണ്ടക്കായി പൊട്ടിയത്. അത് പിന്നെ ഒരു അത്ര ഇത് വന്നില്ല. കുറച്ച് വീടുകൾ പോയി ചുറ്റാൽ പോകുന്നതല്ല അത്ര. ഇത് ചരിത്രത്തിൽ കേട്ടുകൊടുത്തോളം ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കണോടത്തോളം ഇങ്ങനത്തെ ഒരു അനുഭവം, എന്തോ ഒരു വാശി പിടിച്ചാൽ അവരെ ചെയ്തിരിക്കണം. ആ മുണ്ടക്കായി താമസിക്കുന്നവരൊക്കെ ആരും വിട്ടില്ല. ചിലപ്പോൾ ഈ ആക്രമണം ചെയ്യുന്നില്ല, അതേമാതിരി ഒരു തലക്കുന്നിട്ട് എത്തിയെടുത്തിക്കണേ. അത്ഭുതമാണ്. കാരണം ആരോ ഒരു വാശിക്ക് ചെയ്താൽ മാതിരി നമ്മൾ ശത്രുക്കൾ രാജ്യത്തിൽ ആക്രമിക്കേണ്ട അതേമാതിരിയാണ് ദൈവം അനുസരിച്ച് എന്ത് ഉദ്ദേശിച്ചിട്ടാണെന്ന് അറിയില്ല. കംപ്ലീറ്റ് ആരുമില്ലാത്ത അവസ്ഥ. പുഴ വരുന്ന വഴിയിലൊന്നും അല്ല പോയിരിക്കുന്നത്. പോയ വേറെ കിടക്കണേ, പോയ വരുന്ന വെടുക്കുകയാണെങ്കിൽ ഇതൊന്നും വരില്ല. പോയ ഇവിടെ കിടക്കണ ഇതവിടെ അതൊരിക്കലും വരാത്തത്. ഈ പുഞ്ചിരിമട്ടം എന്നൊക്കെ ശാന്തം. ഞാൻ ചോദിക്കട്ടെ, മരത്തിൻ്റെ ഒച്ച കേട്ടിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒച്ചയിട്ട് ഞങ്ങൾ എത്രയും തന്നാൽ 1/2 കിലോമീറ്ററിൻ്റെ അവിടെ നിന്നിട്ട് വിറച്ചു പോയി. വീട് വരെ ഞങ്ങൾ ഇതാക്കണേ. വീട് ഞങ്ങൾ കുറച്ച് ഓടുക ചെയ്തത്. ഞങ്ങൾ മൊത്തം എടുത്ത് പുറത്ത് കൂടി നിൽക്കപ്പുറത്തില്ലാത്ത. പിന്നെ ഇപ്പോഴും വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റുന്നില്ല, ആ പേടി മഴ പെയ്യുമ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ അങ്ങനെ വന്ന് ഇപ്പം വീട്ടിൽ പോയി തിരിച്ചു വന്നതാണ്. വീട്ടിൽ കയറുമ്പോൾ പേടിയാണ്. കാരണം പിന്നെ അതിനേക്കാളും വിഷമം തന്നെ നമ്മളെ കൂട്ടുകാർ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഇത് കിട്ടാത്ത ചിന്തിച്ച് നോക്കി. എന്തെല്ലാം ആനുകൂല്യങ്ങൾ, എന്തെല്ലാം ആ മോഹിപ്പിച്ച് പോയത്. മരണം എല്ലാവർക്കും ഉണ്ടാകും, സത്യമാണ്. ഇങ്ങനത്തെ ഒരു മരണം ദൈവം ആർക്കും കൊടുക്കാതിരിക്കട്ടെ, അത് നമുക്ക് പറയാനുള്ളത്.